وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله العلي المولانا العظيم. قال رسول الله صلى الله عليه وسلم خير الأمور أوسطها صدق رسوله الأمين. പരിശുദ്ധ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ചയുടെ സുബഹിക്കും നാളെ കഴിവും നാളെ ആവത് അനുസരിച്ച് നമ്മളെല്ലാവരും വന്ന് ഒരുമിച്ച് കൂടി ഒരു ക്ലാസ് കേട്ടു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് അനുഗ്രഹം ചെയ്യാൻ നിശ്ചയിക്കണം. ഒന്നാമത് സുദീർഘമായ സുബഹി നിസ്കാരവും സൂറത്ത് സജദ, സൂറത്ത് ദഹർ, അർത്ഥവത്തായ പല പിന്നെ ഖുർആന്റെ വാചകങ്ങൾ കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത്. സൂറത്ത് ഹജ്ജ് അതിലെ അവസാന ഭാഗം മോമിനിക്കും മുസ്ലിമിനും ഇഖ്ലാസ് ഉള്ളവർക്കും പ്രവർത്തിക്കേണ്ട പ്രവർത്തനത്തെ രീതിയും ക്രമവും അവരുടെ ഉത്തരവാദിത്വവും അവരുടെ ജവാബ്ദാരി ചൊല്ലുന്ന ആയത്തത് അതൊരു ചെറിയൊരു ഭാഗ നിമിഷം ഹജ്ജ് ചെല്ലുമ്പോൾ കാശുമാക്ക ഈ കൂട്ടത്തിൽ എത്തിയതും സന്തോഷം. കാരണം ഹജ്ജ് എന്ന് ചൊല്ലുമ്പോൾ ഹജ്ജ് പോകണ്ടല്ല, ഇതിൽ ആരെങ്കിലും ഉള്ള ഈ വർഷം പോകണമെന്ന് ഇല്ല. കാശുമാക്ക ഓടില് ഹാജര് വലിയ വിദ്യാസായിട്ട് വേറെ പണിയെല്ലാം ഉണ്ട്. അവിടുത്തെ ക്ലാസ് വരില്ല, അങ്ങനെ വിളിച്ചതെന്തോ അല്ല, അയാൾ സ്വന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും അയാൾ ഹജ്ജ് സ്വീകരിക്കട്ടെ. അയാളെ പെങ്ങൾ അതുപോലെ ഉള്ള ചമ്മ മുട്ടത്തെ സൗഹൃദമുള്ള എല്ലാവരും കൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയാൾക്ക് വേണ്ടിയുള്ള എന്ത് നന്മകളുണ്ടെങ്കിൽ നിങ്ങൾ ദുആ കറൂ. അയാൾ തിന്മകൾക്ക് ഇല്ലായ്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ. അല്ലാഹു പ്രാർത്ഥനയെ കബൂൽ ചെയ്യട്ടെ. കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ഒന്നാമതായി എപ്പോൾ തർബിയത്ത് സഭയിലവർ ഈ പൽക്കമാണ് തർബിയത്ത് ഇസ്ലാമിന്റെ തർബിയത്താണ്. അല്ലാഹു തർബിയത്ത് മജ്ലിസിൽ ആദ്യം വിളിക്കൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഇല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, ഓ മാനവ സമൂഹമേ എല്ലാവരും. ആഫ്രിക്കത്തിൽ ഇനി പെറ്റുവിൻ്റെ മോനുക്കും എനിക്ക് ജനറേഷനുക്കും ഇതെല്ലാം സ്വീകരിച്ച് നാളെ വിളിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ റുക്കഉ, നിങ്ങൾ റുക്കൂഅക്കും. ഓരോരോ ശബ്ദത്തെ വേറെ ചൊല്ലുമ്പോൾ കുറേ ലേറ്റം റുക്കൂജ് ഞങ്ങൾ സാധാരണ പേര് റുക്കൂജിന് നിസ്കരിച്ചപ്പോൾ പങ്കെടുത്ത് പേര് റുക്കൂ. ഇതല്ല, കേവലം ആ റുക്കുവാണ്. അതെങ്ങനെ ഉണ്ട്? നിസ്കരിച്ച റുക്കുവും ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ് ഒരു റുക്കുവും. ആ റുക്കുവിൽ കൂടി ചമ്മ റുക്കു ആത്തുകളെ അള്ളാഹു ഉണ്ടാക്കിയാണ്. റുക്കു ആത്ത് ഒരു അനുസരണ മനോഭാവന, അനുസരണ രീതി, കർമ്മ, അത് അള്ളാഹു റുക്കു. മറിയം യാ മറിയം ഉഖ്നുതി റബ്ബികി വസ്ജുദി വർക്കഈ മഅ റാക്കിഈൻ. അയ്മറ്റിങ്ങ പറക്കുന്നു.
യാ മറിയം മുക്കുനുത്തി, ആരാധനയിൽ ബഖീലാക്കേണ്ട മറിയമ്മ. മുക്കുനുത്തി, ഖുനൂത്തിന് അർത്ഥം ദീർഘമായ ദുആ, ദീർഘമായ നിസ്കാരം. ഇമാം ഇന്നപ്പല്ല, ഇമാമും ഇങ്ങനെ നോക്കണം, പരിഗണിക്കണം. സ്വന്തമായി ദുആക്കുമ്പോൾ കുറേ സാഹിബ് ചൊല്ലുണ്ടോ, KV അബൂബക്കർ നദവി, അവിടുത്തെ മാജി പ്രിൻസിപ്പാളും റെക്ടറായി ജീവിച്ച വലിയൊരു മഹാപണ്ഡിതൻ. അയാൾക്ക് പ്രത്യേകം പഠിച്ചോണ്ട് 10 മേങ്ങും പോലെ റബ്ബറൊട്ടിക ഒരു നിസ്കാരത്ത് പോയെങ്കിൽ 2 ഗಂಟല്ലാണ്ട് 10 വണ്ടിയില്ല. സുന്നത്ത് നമാസാക്കിയെങ്കിൽ ഇത് ജമാഅത്ത് ഇസ്ലാമിലാണ് വിഷയം. ജമാഅത്ത് ഇസ്ലാമിലെങ്കിൽ ദിക്റില്ല, ദുആ ഇല്ല എന്തെല്ലാം ചൊന്നു പാടിയെങ്കിലും ഒരു സുന്നത്ത് നമാസിന് ബാക്കിയുള്ള കാപ്പ സ്റ്റുഡന്റ് പ്രശ്നം കേൾക്കുക, അത്രമാത്രം. അയാൾ പഠിച്ചിന്റെ ഞാമത്തല്ലാഹു മക്കളെ വഴിയിൽ കൂടി ചെയ്യുന്നതെല്ലാം അയാൾ റബ്ബോനിട്ട് മേങ്ങി പിണങ്ങി മേങ്ങിയ പോലെ ഒരു സത്യാഗ്രഹം ചെയ്ഞ്ഞ് മേങ്ങിയ പോലെ മേങ്ങി. പല രോഗത്തുകളുടെ ശമനം, പല ഞാമത്തുകളും അള്ളാഹ് കൊടുത്തു. അത് അള്ളാഹിനോട്ടിരുന്നു. അതവർ മറിയമായിട്ട് യാ മറിയം മുഖ്നുത്തി റബ്ബിക്ക്, നിന്റെ റബ്ബിലോട്ട് നീന് സുദീർഘമായ ദുആ, സുദീർഘമായ അത് കുറേ. അത് അനുസരണ ജീവൻ. ഇരിക്കാവൂ, നിങ്ങൾ റുക്കു ആക്കില്ല, അനുസരണ വേണം. റുക്കുവിലും ഒരു 3 തസ്ബീഹത്തോടെ അടങ്ങി നിൽക്കുക. അവിടെ വേറെന്താക്കും നികഴ്ത്തില്ല. ഖുർആൻ കൂടി ഓതുന്നത് കലാഹത്ത്, ആ ജാഗയിൽ ഖുർആൻ ഓതുക. അതുപോലെ തന്നെ സുജൂദിലും ഖുർആനിൽ കാരണം സുദീർഘമായ ഒരു അനുസരണ അള്ളാഹ്ക്ക് വേണ്ടി ഫുള്ള് ഒറിജിനാലിറ്റി അനുസരണ അവിടെ. പിന്നെ എല്ലാവർക്കും അനുസരിക്കുന്ന രീതിയും ക്രമത്തെ പഠിപ്പാട്ടി. അതുകൊണ്ട് അമനോ ഉൾക്കറോ വസ്ജുദോ സുജൂദ് ചെയ്യും. സുജൂദോ മനുഷ്യന്മാർ മാത്രമല്ല, സൂറത്ത് റഹ്മാനിൽ വസ്സജദു, അത് വേറെ സൂറത്ത് നൂറിലുണ്ട്. വസ്സജദു വദ്ദവാബു, എല്ലാ മൃഗവും സുജൂദാക്കിക്കൊണ്ടേയുണ്ട്. സൂറത്ത് ഇതിലുണ്ട്. നക്ഷത്ര, സൂര്യ എല്ലാം സുജൂദാക്കി. അപ്പൊ ആ സുജൂദ് ചെയ്ത് അത് അനുസരണത്തെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ആവില്ല ശുക്കൂർ. അപ്പൊ അത് അതവരോട് അള്ളാഹ് ഓർമ്മയാണ്. ഇരിക്കണോ വസ്തുതു. പിന്നെ ചില വഅബ്ദു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ആരാധന ചെയ്യണം. ആരാധന ചൊല്ലുമ്പോൾ നിസ്കരിക്കാൻ മാത്രം ആരാധന അല്ല. അബുദിയത്ത്, ദാസത്വ എന്നുള്ളത് എപ്പല്ല നമുക്ക് നമ്മളെ മഹസൂസ്, നമ്മളെ ഇഹ്സാസായിട്ട് നമ്മളെ തിരുവഴിക്കൽ നമ്മൾ അള്ളാഹനെ അടിമയുടെ പിടിയുണ്ടാവും. അപ്പാക്കളെ പ്രതി ഓരോരോ പണിയും അത് അബുദിയത്ത്, ആരാധനയുള്ളതാണ്. നമ്മൾ കേവലം ഒരു അരകെട്ട മോമിനല്ല, അരകെട്ട അബുദല്ല. പിന്നെ 24 ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു 10 പൈസ ₹1 പറക്ക് കിട്ടെങ്കിൽ അത് നേരൊക്കെ എടുത്ത് കീശയിൽ വെക്കാണ്ട് ഇതിലെ ഉടമസ്ഥ ആര് എന്ന് കേൾക്കണം. എന്റെ വിഭാഗത്ത് അല്ലെ, ആരമാകാശ് ഒരു നല്ല ബംഗാരം, നല്ല തെളിക്കുമ്പോൾ തിലക്കമുള്ള ബംഗാരം കിട്ടിയപ്പോ ആ ബംഗാരം നല്ലതല്ല. നന്റെ ഒരു സഹോദരനതോ ഒരു സഹോദരിയോ ഞാൻ പഠിച്ചവരുടെ അടിമ നല്ലവണ്ണം നോക്കിയുള്ളൂ എങ്കിൽ ആ സ്വർണത്തെ ഏത് ജാഗ എത്തിക്കണോ, ഒന്ന് ജുമാ മസ്ജിദിൽ എത്തിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൂടി പല ആൾക്കും 10 ഭാഗത്തും അനൗൺസ്മെന്റ് ചെയ്ത് അറിയിക്കുന്ന മനുഷ്യന്മാരെ കയ്യിൽ ഏൽപ്പിക്കണം. ഇസ്ലാം നിന്റെതല്ല അബുദിയത്ത്. ഒരു ഹെജ്ജ വെക്കുമ്പോൾ നീ അബുദിയത്ത്, ദാസത്വം. അത് അരഗಂಟೆ 1 ಗಂಟೆ നിസ്കരിക്കാൻ മാത്രമല്ല. നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈർ എന്നാൽ സോഷ്യൽ സമാജ സേവ. ഹൈർ ഇബാദത്തായിട്ട്, റുകുവായിട്ട്, സുജൂദായിട്ട്. പിന്നെ നിന്റെ നിരക്കരയിൽ ഗുരുപ്പിന്റെ മനുഷ്യന്മാരെ കണ്ണ് നീര് ഒപ്പിക്കൊന്നീ പോണോ. നീ കുറെ നിസ്കരിച്ച കാര്യമില്ല. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരത്തെ ളുഹറിൽ പിന്നെ ഉള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കാരത്തോട് നിസ്കരിക്കാനും മതിയെന്ന് പോലെ ഇരിഞ്ഞു പോയി. നിങ്ങൾ മനസ്സിലാവാൻ വിചാരിക്കണം.
മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ പോയി. സഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ ചിലപ്പോൾ നിസ്കരിക്കാൻ പോയി. ഏതോ ഒരു ദിക്കിലേക്ക് ആരെ കൂട്ടിലാണ്ട് പോയി. പിന്നെ പറ്റ അള്ളാഹുവിന്റെ റസൂൽ ആ നിസ്കാര കലാ വീട്ടിയപ്പോ അസറിൽ പിന്നെ നിസ്കാരത്തെ കഥ കേൾക്കുമ്പോ എന്തൊരു ഭാവം കഥ ഇതും കഥ ഇതും കഥ അതും കഥ ചോദിക്കും. ഹനഫിയാക്കല്ല അസറിൽ പിന്നെ നിസ്കരിച്ച മറ്റേ ടോട്ടലി മോശം. സുബൈ നിസ്കാരത്തെ സൂര്യ ഒരിക്കലും നിസ്കരിച്ച് ഒന്നാകുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ടോട്ടലി വിശ്വ അപമാനിച്ചത് പോലെ പറ്റും. കാരണം സൂര്യ ഉദിച്ചുകൊണ്ട് വരുമ്പോ സൂര്യന്റെ ജാഗയിൽ ഇബ്ലീസ് ഒരു പാത്രമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനോടുള്ള നെക്കാരാധന അതിന് വേണ്ട. ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ റസൂൽ സൂര്യ ഉദിച്ചുകൊണ്ട് വരുമ്പോ ഒരു നിസ്കാരം വേണ്ട. അവനൊരു മഹിമ വേണ്ട ഇബ്ലീസിന്. നാളില്ല അറിയിച്ചു കൊള്ളിച്ച് നക്കൽ നിസ്കരിച്ചുകൊണ്ട്. പിന്നെ സൂര്യ അസ്തമിക്കുന്നതാകുമ്പോൾ നിസ്കാരം വേണ്ട. പക്ഷെ ഇതെല്ലാം കാരണമില്ലാത്ത നിസ്കാരം. ഒരാൾക്ക് ലോഹ നിസ്കാര കലാവുണ്ടെങ്കിലോ ഒരാൾക്ക് അസർ നിസ്കാര കലാവുണ്ടെങ്കിൽ 5 മിനിറ്റ് നിസ്കരിക്കണ്ടേ? ഇമാം ഷാഫി കേട്ടിട്ട് അള്ളാഹുവിന്റെ കല അല്ലത്. ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിന കിതാബൻ മൗഖൂത. ഇങ്ങനെയൊക്കെയുമ്പോ കാരണമില്ലാത്ത കുറെ സുന്നത്തുകളെ അവിടെ പ്രവർത്തിക്കേണ്ട. കാരണമുണ്ടോ? ഒന്നും വീട്ടേണ്ടതുണ്ടോ? അതോ നിസ്കരി 5:30 ഗಂಟೆ 6 ഗಂಟೆಗೆ? അതോ നിസ്കരി സുബൈയിൽ പിന്നെ ചെലഞ്ചാകിൽ ഷാഫിയാക്കി നിസ്കരിക്കാൻ തപ്പില്ലത്. സുബൈ നിസ്കരിച്ചു സുന്ന നിസ്കരിക്കുക. ഭയങ്കരമൊക്കെ എന്ത് ഹറാം വെറ്റേ ഹറാമുകളെ പിടിച്ചു കൂട്ടേണ്ട. എല്ലാവരും അല്ലാതെ മതബുലും അല്ലാതെ സമാജത്തിലും ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനം പ്രവർത്തിക്കണം. അതൊന്നും മോശമല്ലോ. അപ്പൊ ഇത് ചില ചെയ്യേണ്ട ചില ജാഗ്രത സാധു മനുഷ്യന് സുബഹിസ്കാരത്തിന് പോകണമെന്നൊന്നുകൂടി പോയിട്ട് നോക്കേണ്ടത് നോക്കാം. ഒരക്കായി തപ്പും തപ്പിക്കുള്ള ശിക്ഷ കൂലി കിട്ടും. അതിനെ കൂലി ഇതിന് തരുവ. പിന്നെ അല്ലക്കും തുഫലിക്കും നിങ്ങൾ വിജയിക്കണമെന്നുള്ള മാർഗം ഇത്. വിജയിക്കുന്ന മാർഗ ആരാധന വേണം, ക്രമ വേണം. മൂന്നാമത്തെ ആകെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഹെൽപ്നെസ് ജീവൻ നിങ്ങൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ എന്താവും? നിങ്ങൾക്ക് അള്ളാഹു ഫലാഹ് വിജയമാണ്. ഇത് പിന്നെ അത് എന്നാ വജാഹിദുഫില്ല ബേബെ തീർക്കണേ. വജാഹിദുഫില്ല ഇവിടെ 2 ശബ്ദ ഇമാം ചൊല്ലു. ഒന്നും പില്ലാൻ ചൊല്ലില്ല. സാധാരണ പി ആയെങ്കിൽ ഒരു തുഫൈൽസ് ഒരാളെ കാരണത്താൽ ഒരു മാധ്യമം. അതല്ല ഫില്ല. അള്ളാഹുക്ക് വേണ്ടിയിട്ട് അള്ളാഹുൽ അള്ളാഹ് അത് ഒരിക്കലും വേറെ ഒരാളെ ഉസീലമേ ഇല്ല. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലോടെ ഇൻ നെയിം ഓഫ് അള്ളാഹ് ചൊല്ലുമ്പോ ഇൻ അത് ബിസ്മിക്ക് ഫീ കർത്ത അല്ല, ബിസ്മില്ലാന്റെ ബി കർത്തത്. പക്ഷെ അതും സമ്മതം ചൊല്ലും. പിന്നെ ഫില്ല ചൊല്ലുമ്പോ ഞാൻ അള്ളാഹുടെ 100 അള്ളാഹു അതാണ് സവാബുകളല്ല, അവന്റെ സ്വർഗത്ത് പോകണ്ട. പിന്നെ അള്ളാഹ്ക്ക് അവൻ സ്വർഗത്തെ കോട്ടി തട്ട് അവന്റെ ഇഷ്ടം. നിന്റെ ഉദ്ദേശം അവൻ മാത്രം പരമ ഉന്നതനായ റബ്ബു നിന്റെ എല്ലവും. അതിന് നിമിത്തം ചിലപ്പോ സ്വർഗത്തും. ഓക്കെ, ഞാൻ സ്വർഗത്താകുമ്പോ അല്ലല്ലാത്ത ഒന്നുകൂടി ചെയ്യുന്നവരാവും. അതല്ല സ്വർഗത്താണ്. സ്വർഗത്തിന് വേണ്ടി കേൾക്കാം അള്ളാഹ് നിന്റെ സ്വർഗത്താൻ ചൊല്ലാം. പക്ഷെ അള്ളാഹ്ക്ക് ചെയ്യണ്ടേ? അള്ളാഹ് കൂലിണ്ടെങ്കിൽ കൂലിയല്ല നീ കേൾക്കേണ്ടത്, അള്ളാഹെ കേൾക്കാം. നിന്റെ പ്രവർത്തനം അള്ളാഹ്ക്കാവണം. അത് ജാഹിദൂഫില്ല. നിങ്ങൾ അള്ളാഹ്ക്ക് പരസ്യം കിട്ടും. ജിഹാദിന്റെ കൂടെ അർത്ഥം അതിലെ 10ാമത്തെ അർത്ഥമല്ല. 1ാമത്തെ അർത്ഥം പരസ്യം, സാഹസം. ദീനിക്ക് വേണ്ടി സാഹസിക്കണം. എല്ലാവരും എന്തോ പള്ളി കെട്ടുമ്പോൾ ചെയ്യുന്നുള്ളൂ. പട്ടി പിടിച്ച് ഓരോ പട്ടിയെ കൊടി പിടിച്ച് മണ്ണൂറിൽ കപ്പൽ പോയി. അതൊരു സാഹസം, അതൊരു ജിഹാദ്. പരിശ്രമ ജാഹിദുഫില്ല. ആർക്ക് വേണം? പ്രസക്തി വേണ്ടി തന്നെ, പിന്നെ സെക്രട്ടറി വേണ്ടി തന്നെ. സമാജം നോക്കിലേക്ക് ഒരു പഴയക്കാത്തവൻ ചൊല്ലണ്ടപ്പോ അതുപോലെ പണിയാണ്. പിന്നെ ആർക്ക് വേണ്ടി? നന്റെ റബ്ബു
ನಿಂಗೆ ಸೈಬಲ್ ತರು, ಚಾಯ ತರು, ಸಜ್ಜಿಗೆ ತರು, ಅವಲಕ್ಕಿ ತರು, ತರಾಡಿಕೊ. എൻ്റെ പണി അല്ലാഹ്, എൻ്റെ അവൻ നോക്കിയോളൂല്ല. ഈ ചിന്തയിലാണെങ്കിൽ വജാഹിദു ഫില്ലാഹ്, ബില്ലാഹ്, ബിയായി വസീല, ഒരു വസീല വിഷയം അല്ലാഹ്, എല്ലാം അല്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. ജിഹാദ് നിങ്ങൾ ചെയ്യണം. ഹോജിറ്റപ്പാക്കും, ഹുവ ഇജിറ്റപ്പാക്കും, അവൻ നിങ്ങളെ സെലക്ഷൻ ആക്കില്ല. എന്തെങ്കിലും അവൻ്റെ പണിയെടുക്കണം, അവൻ്റെ ദീനിന്റെ പണിയെടുക്കണം. അവന്റെ ദീനിനു വേണ്ടി ഒന്ന് രണ്ട് പൽക്ക ആരൊട്ടിലും തീർന്നത്തെ നിലയിൽ പൽക്ക വലിയെടുക്കും. അവന്റെ ദീനിന്റെ ബഗൽ ആ സംസ്കാരത്തെ സൂക്ഷിച്ച് ജീവിതത്തിൽ അർപ്പിക്കൊണ്ടു. പിന്നെ ഒരാളൊട്ടിക്ക് ദൈവത്താകും തീരില്ലെങ്കിലും നീ സമൗണ്ട് കൊണ്ട് അറിയിക്കും പോലെ ഒരു ക്വാളിറ്റി നിനക്ക് ഇക്കോ വേണ്ടിയിട്ട് ശേഖർ അഹമ്മത്തുള്ള ദാവത്ത്, അബൂ ഹനീഫൽ കൂഫിൽ ദാവത്ത്, കുറെ കിതാബ് അട്ടി തൊക്കിൽ വെച്ചുകൊണ്ട് പോയില്ല. സ്വഭാവം, അങ്ങനെ ഡ്രസ്, അങ്ങനെ ക്ലീൻ, അതുപോലെ ആ ജീവനത്തെ നിരക്കരയോടുള്ള പെരുമാറ്റം, ആ എടുക്കൽ കൊടുക്കൽ, ഇതൊക്കെയാണ് ഇസ്ലാമായി. അതിനുവേണ്ടി എല്ലാ ഇമാമിനും കിതാബുകളും ബാബു ദാവാട്ടില്ല. ഒരാളാണ് ഫിക്കറിയോട് ദാവത്തില്ല, അത് தெரியாது. ബാബു ദഅവത്തിന്റെ അള്ളാഹുലേക്ക് വിളിക്കുന്ന വലിയൊരു ചാപ്റ്റർ, വലിയൊരു ലെസൺ ഗസാലിൽ അമ്പിയാക്കന്മാരെ തുടക്കം മുതൽ എണ്ടത്തോളം ദഅവത്തിന്റെ വിധാന ക്രമം എങ്ങനെ എന്നുള്ള ദഅവത്താക്കി. ഹദ്ദാദ് എന്നുള്ള ജാമാന ഹദ്ദാദ് എടുക്കലുണ്ട് മനുഷ്യന്മാരെ. ഹദ്ദാദ് അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് യമൻകാർ, അയാൾ ഒരു ബുക്ക് എഴുതി, അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ദഅവത്ത് എങ്ങനെ വലിയ വിശേഷമാണ്. എന്നിട്ട് അതിൻ്റെ ആലിമീനെ ആക്ഷേപിച്ചു. നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ വിധാനവും നിങ്ങളുടെ ചെൽപ്പും നിങ്ങളുടെ വാവ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തെ ഉമ്മറ പഠിച്ച പോലെ ഉണ്ടു. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടി നിങ്ങളുടെ പ്രവർത്തന രീതി നോക്കുമ്പോൾ അപ്പുറത്തെ മുഖത്തിന് ഉമ്മറ പഠിച്ചവരുടെ പോലെ കാണുന്നതിൻ്റെ അവസ്ഥ കാണുമ്പോൾ ശുദ്ധാണ് ഹദ്ദാദ്. കേട്ടത് ഹദ്ദാദ് പറഞ്ഞതും കാപ്പിലും മുക്തതയാക്കിയതും ഹദ്ദാദ് ചെന്ന വർക്കത്തെ നമ്മൾ മറികടന്നു. ബാലിയുടെ വിശേഷമായി മുസ്ലിം ലോകത്തേക്ക് ഇത് കൊടുത്ത സന്ദേശം കൊടുത്ത ഈ അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ്, ഹദ്ദാദിനെ കച്ചവടം, ഇരുപത് കച്ചവടമാണ് ആ പേര് കൂടി വിളിച്ചത് അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ്. നബിയുടെ ഹദീസിനെ സംഗ്രഹാക്കിയിട്ട് കുറെ ദിക്റുകൾ എല്ലാ ഹദീസ് വാരില്ല. അതൊരു രൂപം അയാൾ സ്വന്തമായിട്ട് ലോഹർക്കോ അസർക്കോ മദ്രിബുകൾ ആക്കിയപ്പോ പിന്നെ കാലക്രമേണ വിഭാഗം അത് യശോർ ഭിന്നമാണ്. അത് യശോർക്കും ഉമ്മറാവും ആവാത്ത പള്ളി ഇഷ്ടിക പള്ളി അതുകൊണ്ട് മൊയ്ത് ശരി തന്നെ പള്ളിയിൽ ഹദ്ദാദ് രാത്രി വിട്ട ഞാൻ സന്ദർഭത്തിൽ കേൾക്കുന്നൊട്ടി. ഇത് സാബിലിന്റെ 100 തുടങ്ങിയത് ഹദ്ദാദ്. ഇത് ഹിജരി സാബിലെ 100, മൊയ്ത് ശേഖ് എനിക്ക് 400 ഹിജര എങ്കിൽ ഹദ്ദാദ് ഇല്ലല്ലേ. ഇമാം ഷാഫിനെ പറഞ്ഞ ഹദ്ദാദില്ല. ഹദ്ദാദില്ലാത്ത പള്ളിയെല്ലാം കുഫറും മുബ്തദിയാവണം, അങ്ങ് മുബ്തദിയാവുന്നത്. ഇത് തുടങ്ങിയപ്പോ ഇത് അബ്ദുൽ വഹാബ് മക്കത്തിൽ ഇല്ലാണ്ടായി. ഇതിലാണെങ്കിൽ നിങ്ങൾ ഒരു സ്വരൂപം കൊടുത്തത് ഒരു ഈശ്വരൻ തെച്ചു. അത് യമനെ കൊണ്ടുപോയത് തുർക്കിലാണ് ഓടി സൗദി. അത് അബ്ദുൽ വഹാബിനെ പിന്നെ സുധാരണമായ പ്രവൃത്തിയിൽ ഇപ്പൊ ഇത് ഇങ്ങനെ വേണ്ട, വേറെ കുർബാൻ ഓതില്ലെങ്കിൽ കുർബാൻ മനുഷ്യൻ ഓതിട്ട് പിന്നെ അതല്ല ഹദീസ് സംഗ്രഹങ്ങൾ പഠിക്കാം എന്നാണ്. എപ്പോ സാബിന് 100 എങ്കിൽ അത് ഇല്ല ചൊല്ലണം. മൊയ്തീൻ ശേഖ് റഹ്മത്തുള്ള കാർത്തിട്ടുണ്ട്. മൊയ്തീൻ ഒത്തിക്കൽ ഹദ്ദാദാണ്. ഒരു ചരിത്രം പിടിയില്ല. ചരിത്രം ഇസ്ലാം എല്ലാ തീരുണ്ടാക്കി ചരിത്രം പിടിയില്ല. എഴുത്തരത്ത് എഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്ത് ഞാൻ ആക്കരുത്, എന്തിന് ആർക്ക് വേണ്ടി ആക്കരുത് പിടിയില്ല. ഇരിക്കട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വജാഹിദു ഫില്ലാഹ് ഹഖ്ഖ ജിഹാദ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആക്കണം. ഒരു ചൊല്ലും കൂടെ ഹഖ്ഖ തുഖാത്തി എന്നവർ ഹഖ്ഖ ജിഹാദ്, ജിഹാദിന് മുറപ്രകാരം അത് അല്ലാഹ് എന്തൊരു